ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് വളരെ ടേസ്റ്റിയും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു ഇലയുടെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 1/4 കിലോയോളം അതിന് വെയിറ്റ് ഉണ്ട്. അത് ചെറിയ പീസസ് ആക്കി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കാൻ വെക്കാം. തീ വളരെയധികം ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു നൂൽ പരിവൊന്നും ആവണ്ട, ജസ്റ്റ് അതൊന്ന് ഉരുക്കി വന്നാൽ മതി. ഇത് ഇപ്പൊ ഇത്രയൊക്കെ ആയാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പഴം അരച്ചത് ഇതിലിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അതൊന്ന് വെന്ത് പാനിൽ നിന്ന് വിട്ട് വന്നാൽ മതി. ഒത്തിരി വരണ്ട് അങ്ങ് പോവൊന്നും വേണ്ട. ഈ സമയത്തും തീ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. പഴമൊക്കെ അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ആകെ ഈ ഒരു നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത്തരത്തിൽ തന്നെ നമ്മുടെ ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പം അത്യാവശ്യത്തിന് അത് വെന്ത് നമ്മുടെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, സൈഡിലൊന്നും അധികം ഒട്ടുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിന്ന് നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഉണ്ടാക്കി അത്രയും ചേർക്കത്തില്ല കേട്ടോ. ഇവിടെ അധികം മധുരം വേണ്ട. നിങ്ങൾക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കൂടുതലോ കുറവോ വേണോന്ന്. എന്നിട്ട് അതിനനുസരിച്ച് ചേർക്കുക. ഈ പഴമൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കൊച്ചു മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്റെ മകനെ ഏത്തപ്പഴം ഇഷ്ടമില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ ശർക്കര പാനിയിൽ ഈ പഴം കിടന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 5-6 ഏലക്കായും ഒന്ന് പൊടിച്ചു വെക്കാം. ഒന്ന് ചതച്ചെടുത്താലും മതി. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഏലക്കായും ജീരകവും കൂടി ചേർക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഞാനിവിടെ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ വാഴനയില ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അതില് നമ്മള് ചക്കയും കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കില്ലേ, അങ്ങനെ തന്നെ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. നല്ല മണമാണ്. നമുക്കത് എപ്പോഴും ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇന്ന് വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. ആ ഇല കിട്ടാനുള്ളവരാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയൊക്കെ വറുത്തതോടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. കണ്ടില്ലേ, ഇതാണ് പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് റവ, ഇത് റോസ്റ്റഡ് റവയാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാകത്തിൽ പഴം ഇരിക്കുകയാണെങ്കിൽ ഈ റോസ്റ്റഡ് റവയും കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കഴിയുമ്പം ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അളവ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ലൊരു മാവ് നമ്മൾ കുഴച്ചെടുത്ത പോലെ നല്ല സ്മൂത്ത് ആയിട്ടൊരു മാവ് കിട്ടും. ഇത് കണ്ടില്ലേ, എല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ കറക്റ്റ് അതിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടി നല്ലൊരു മാവായിട്ട് റെഡിയാക്കി വെക്കുക. കണ്ടില്ലേ, ഒത്തിരി വെള്ളം ഒന്നുമില്ല. അതിന് കറക്റ്റ് ആണ്, അതിന്റെ ആ ജലാംശം എല്ലാം കറക്റ്റ് ആണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വാഴയില കീറിയിട്ട് ഒന്ന് വാട്ടി വെക്കാം. അതാവുമ്പോൾ നമ്മൾ ഈ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവില്ല. ജസ്റ്റ് ഒന്ന് ഗ്യാസിന്റെ ഫ്ലെയിമിൽ കാണിച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മുടെ ഈ മാവ് തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടുള്ള വാഴയില കീറുകളിലേക്ക് ഇതുപോലെ ഓരോ ഉരുള മാവ് എടുത്ത് വെക്കുക. എന്നിട്ട് അത് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് കറക്റ്റ് ആയിട്ട് നല്ലൊരു അടയായിട്ട് കിട്ടും. നമ്മുടെ കൈ ഒന്നും കൊള്ളത്തുമില്ല. ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ എല്ലാം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. ഈ അളവിൽ എനിക്ക് 7-8 അട ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ വലിയ അടയാണ്, ചിലത് ചെറിയ അടയാണ്. അത് വാഴയിലയുടെ വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നമുക്കൊരു ഇഡ്ഡലി കുട്ടകത്തിലോ സ്റ്റീമറിലോ വെച്ച് പുഴുങ്ങിയെടുക്കാം. കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവുന്ന താമസം കൂടെ ഉള്ളൂ. ഇത് വെന്ത് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, വെന്ത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കണം.
തണുത്ത് വെച്ചാൽ നമുക്ക് കഴിക്കാം. എളുപ്പമുള്ള വീഡിയോ അല്ലേ, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. ഈ ഷുഗർ, ഇതിന്റെ മധുരം ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷുഗർ പേഷ്യൻസിന് വരെ ഇത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.